ചെന്നൈയിലേക്ക് സായാഹ്നങ്ങളെ മനോഹരമാക്കുന്ന ഒരിടത്തേക്കാണ് ഈ പോകുന്നത്. തേനാമ്പേട്ട കത്തീഡ്രൽ റോഡിലെ സെമ്മൊഴി പൂങ്കയിൽ ചെന്നൈ ഫ്ലവർ ഷോ ആരംഭിച്ചിരിക്കുകയാണ്. 3 ലക്ഷത്തോളം പൂക്കളാണ് ഇവിടെ ഉള്ളത്. വിവിധ തരത്തിലുള്ള പൂക്കൾ കൊണ്ട് കാറ്റുകൊണ്ട് കഥ പറഞ്ഞു നടക്കാൻ പറ്റിയ സ്ഥലമാണ്. പോയി വരാം. ഹലോ ഗൈസ്, ഇന്നൊരു ഈവനിങ് വാക്കിന് പോവുകയാണ്. ഓഫീസിന് തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 10-200 മീറ്ററേ ഉള്ളൂ. എന്നാലും നമ്മൾ എക്സസൈസ് ചെയ്യണമല്ലോ. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മനസ്സിന് നല്ല കുളിർമയുള്ള കുറച്ച് കാഴ്ചകൾ കൂടി കണ്ടാലോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള പാർക്കിൽ ചെന്നൈയുടെ ഫ്ലവർ എക്സിബിഷൻ നടക്കുകയാണ്, ഫ്ലവർ ഷോ. അപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ചെന്നൈ സെമ്മൊഴി പൂങ്കയിൽ എത്തിയിട്ടുണ്ട്. ഈ പാർക്കിലാണ് ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നത്. സ്വദേശികളും വിദേശികളുമായിട്ടുള്ള 50ലധികം ഇനത്തിൽപ്പെട്ട പൂവുകളുണ്ട്. ഒപ്പം തന്നെ 3 ലക്ഷത്തിലധികം പൂക്കളാണ് ആകെ ഇവിടെ ഉള്ളത്. അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടുമുറ്റത്തുള്ളതും ഒപ്പം തന്നെ ഇന്ത്യയിൽ കാണാൻ കഴിയാത്ത തരത്തിലുള്ള പല പൂക്കളുമൊക്കെ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ പോയി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. വിവിധ തരത്തിലുള്ള പെറ്റുനിയ, സാൽവിയ, ആസ്റ്റർ, ആന്തൂറിയം തുടങ്ങി റോസും ചെണ്ടുമല്ലിയും വാടാമല്ലിയും ഉൾപ്പെടെ പുഷ്പമേളയിൽ സുഗന്ധം പരത്തുന്നുണ്ട്. പൂക്കളുടേത് മാത്രമല്ല, ഇലച്ചെടികളുടെയും ഒരു പ്രത്യേക കളക്ഷൻ ഒരുക്കിയാണ് പുഷ്പമേള നമ്മളെ മാടി വിളിക്കുന്നത്. ഈ പൂക്കളൊക്കെ ചുമ്മാ എവിടെയെങ്കിലും അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയല്ല, മറിച്ച് ഇതിന് ഓരോ രൂപങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ബോട്ടായിട്ടും ഒപ്പം തന്നെ ട്രെയിനായിട്ടും മയിലായിട്ടും അരയന്നമായിട്ടും ആനയായിട്ടും ഒക്കെ മാറ്റി കുട്ടികൾക്കുൾപ്പെടെ ഒരു നല്ല കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. പതിനെട്ട് ദിവസത്തെ പുഷ്പമേളയാണ് സെമ്മൊഴി പൂങ്കായിൽ നടക്കുന്നത്. ആദ്യം ജനുവരി 11 വരെയാണ് തീരുമാനിച്ചിരുന്നത്. പിന്നീട് ഒരാഴ്ച കൂടി നീട്ടി. പ്രശസ്തമായ ഊട്ടി ഫ്ലവർ ഷോയിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് 4 വർഷം മുൻപ് തുടങ്ങിയതാണ്. ആളുകൾ ആവേശത്തോടെ ഏറ്റെടുത്തത് മേളയുടെ മാറ്റുകൂട്ടാൻ സർക്കാരിനും പ്രചോദനമായി. ഊട്ടി, കൊടൈക്കനാൽ, കൃഷ്ണഗിരി എന്നിവിടങ്ങളിൽ മാത്രം കാണുന്ന പൂവുകളും മേളയ്ക്കെത്തിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളായിട്ടെല്ലാം മറ്റേ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാം. ഇതുപോലെ ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് എല്ലാവരും എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും വളരെ രസമുണ്ടായിരുന്നു. വളരെ നല്ല, നമ്മൾ ഊട്ടി ഫെസ്റ്റിവൽ ഞാൻ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. അത് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെയെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികളും ഹാപ്പിയാണ്. മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ തന്നെ വലിയ മത്സരമാണ് നടക്കുന്നത്. പക്ഷേ തൊട്ടുനോക്കാൻ പാടില്ലെന്ന് മാത്രം.
ചെന്നൈയിലെത്തുന്ന വിദേശികളടക്കം പുഷ്പമേള കാണാൻ എത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം 1 ലക്ഷത്തിൽ പരം ആളുകളാണ് എത്തിയത്. ഇത്തവണ അത് ഇരട്ടിയോളമാകും. അപ്പോൾ ചെന്നൈയിലെ ഫ്ലവർ ഷോയുടെ ഒരു മിനി ഷോ കണ്ടല്ലോ. വളരെ വ്യത്യസ്തമായ പൂക്കളൊക്കെ ഉള്ള നല്ലൊരു അന്തരീക്ഷമാണ്. സത്യത്തിൽ നമ്മൾ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടുകാരൊക്കെ കൂട്ടി കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ചെന്നൈയിലുള്ളവർക്കുള്ളത്. പ്രത്യേകിച്ച് വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വെയിലൊന്നും ഉണ്ടാവില്ല, നല്ല രസമായിരിക്കും, കുറേ സമയം ഇരിക്കാൻ പറ്റും, കുറേയൊക്കെ ഒരു മൈൻഡ് റിഫ്രഷ് ആവുന്ന ഒരു പ്ലേസാണിത്. എന്തായാലും വരാൻ നോക്കാം. അപ്പോൾ അങ്ങനെ അടിപൊളി പൂക്കളുടെ കാഴ്ചകൾ. കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട്ടിലെ പൂക്കൾ ഒരു ഗാർഡൻ്റെ കാഴ്ച കണ്ടതാണ്. അവിടെയും ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് അമ്പലവയലിൽ. അതുപോലെ ചെന്നൈയിലുള്ളവർക്ക് പോയി കാണാൻ പറ്റുന്ന ഇടം. ചെന്നൈയിലെ ചൂടത്ത് ഈ കുളിർമയേകുന്ന കാഴ്ച കാണാം.